കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ കണ്ട ചില കുറിപ്പുകളുണ്ട്. അതൊക്കെ ഒന്ന് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കുകയാണ്. ആ കുറിപ്പ് കണ്ടപ്പോൾ അതുപോലെ അനുഭവമുള്ള ഒട്ടേറെ പേര് നമുക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലായി. കാരണം ആ കുറിപ്പിനടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാക്കാം. ഡോക്ടർ ജിൻഡോ ജോണും ഡോക്ടർ തോമസ് വി പുളിക്കനും പങ്കുവച്ച കുറിപ്പുകളാണ്. ആദ്യം തോമസ് വി പുളിക്കൻ പങ്കുവച്ച കുറിപ്പൊന്ന് നോക്കാം. MLAയും മന്ത്രിയുമായ 1-2 സുഹൃത്തുക്കൾ എനിക്കുമുണ്ടായിരുന്നു. ഇപ്പോഴവർ നമ്മുടെ നമ്പർ കണ്ടാൽ എടുക്കില്ല, കട്ട് ചെയ്യും. PA എന്ന് പറയുന്ന പരനാറികൾ ഒരിക്കലും ഫോൺ എടുക്കില്ല. ഫലം ആകാശസഞ്ചാരിയായ മന്ത്രിമാർ എവിടെയാണെന്നറിയാൻ പോലും കഴിയില്ല. VD സതീശിൻ്റെ വിസ്മയഭരണം തകർക്കുന്നു കേസ്. 14/6/2026 രാവിലെ 8 മണി മുതൽ ചേർത്തലയിൽ നിന്ന് യാത്ര തുടങ്ങിയ നേരം തൊട്ട് വിളിച്ചിട്ട് റിംഗ് ടോണുണ്ട്. ഹരിപ്പാട് കടന്ന് കായംകുളം എത്തിയിട്ടും PA എന്ന മന്ത്രിയേക്കാൾ തലക്കനം നിറഞ്ഞ വലിയ തമ്പുരാൻ ഫോൺ എടുത്തില്ല. അവതാരങ്ങളും പാർട്ടിയിലെ സ്വസമുദായ ഗ്രൂപ്പ് ദിവ്യന്മാരും പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്ന കോക്കസ് തലവന്മാരും വിളിച്ചാൽ എടുക്കുമായിരിക്കും. കാരണം ഇവരൊക്കെ തമ്മിൽ ഗൂഢമായ ആത്മരീതികളുടെ അന്തർധാരകളുണ്ടല്ലോ. ക്രിസ്ത്യൻ ഗർഭത്തിൽ പിറന്ന, സ്വന്തമായി അഭിപ്രായമുള്ള, പെട്ടി താങ്ങാൻ നിൽക്കാത്ത, ഒരു നേതാവിൻ്റെയും കാല് തിരുമാൻ പോവാത്ത ഡോക്ടർ തോമസ് വി പുളിക്കനെ ഉള്ളാലെ സഹിക്കാൻ ഇവർക്ക് പാടായിരിക്കും. എൻ്റെ നാട്ടിലും മറ്റെല്ലായിടത്തും ഞാൻ തലകുനിച്ച് നടക്കാറില്ല. കാരണം ഞാൻ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല. കുട്ടികളെ പഠിപ്പിച്ച മാഷാണ്. ഇനി അബ്കാരികളും പുതിയ ആളുകളും ഇന്നലെ വരെ കാണാത്തവരും വരും. അപ്പോൾ നിങ്ങൾ ഈ നാറിയ പണി കാണിക്കുമോ? നിഷ്കളങ്കരെ, ഒരു സാധാരണക്കാരനുമായി മന്ത്രിയെ കാണാൻ പോയ ഞാൻ 3G ആയി. ക്യാമ്പ് ഓഫീസിൽ 3 മണിക്കൂർ കാത്തു നിന്നു. ഒടുവിൽ നേരെ നാട്ടിലേക്ക് തിരികെ പോന്നു. പട്ടി കടപ്പുറത്ത് പോയതുപോലെ എന്ന് നാട്ടിലെ പഴമക്കാർ പറയും. നിങ്ങൾ വെറുപ്പിക്കലിൻ്റെ ഹരിശ്രീ കുറിച്ചു കഴിഞ്ഞു. തേടി വരുന്ന ആളുകളുടെ മഹത്വം തിരിച്ചറിയാത്ത മലരുകളെ എന്ന് വിളിച്ചാണ് ഡോക്ടർ തോമസ് വി പുളിക്കൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഈ കുറിപ്പ് വായിച്ചപ്പോൾ മനസ്സിലായി കേരളത്തിൻ്റെ അബ്കാരികളുടെ മന്ത്രി ലിജു ആണെന്ന്. ആദ്യമായി MLA ആയി മന്ത്രിയായതിൻ്റെ കുഴപ്പമാണ് പുളിക്ക. സാരമില്ല, അറിയാത്ത പുള്ള ചൊറിയുമ്പോൾ അറിഞ്ഞോളൂ. കോൺഗ്രസിലെ നേതാക്കൾക്കും മന്ത്രിമാർക്കും മാത്രമല്ല, UDF സർക്കാരിലെ മുഴുവൻ മന്ത്രിമാർക്കും MLAമാർക്കും എല്ലാ പാർട്ടിക്കാർക്കും ഇത് ബാധകമാണ്. അധികാരത്തിലെത്തിയ ശേഷം ഫോൺ എടുക്കാത്ത MLAമാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കൂടെ ഉണ്ടായിരുന്നവരെ കണ്ടാൽ പോലും ഓർമ്മയില്ലാത്ത വിധം മറവി രോഗം ബാധിച്ച ജനപ്രതിനിധികളും ഏറി വരുന്നു. വിജയം പോലെ തന്നെ പരാജയത്തിനും 5 കൊല്ലത്തിൻ്റെയൊക്കെ ആയുസേയുള്ളൂവെന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. ഇനി ജിൻഡോ എഴുതിയ കുറിപ്പ് നോക്കാം. എത്ര പേരുണ്ടായിരുന്നു വിയർത്ത് പണിയെടുത്തവർ, തെരുവിൽ പോരാടിയവർ, സർവ അധികാരങ്ങളിൽ നിന്നും 10 വർഷങ്ങൾ മാറ്റി നിർത്തപ്പെട്ടവർ. അതിൽ നിന്ന് പോരായിരുന്നോ? മറ്റു പാർട്ടികളിൽ നിന്ന് മിടുക്കരെ തേടുന്ന ഇടപാടുകൾ ഇരിക്കുന്ന ഇടങ്ങളെ അപമാനിക്കലാണ്. കൂടെയുണ്ടായിരുന്ന പ്രവർത്തകരെ അപമാനിക്കലാണ്. ഒരുപാട് അർഹരും മിടുക്കരും ഇന്നും ഇതിനകത്തുണ്ടെന്നേ. അവരെ അവഹേളിക്കരുത്. കൂട്ടത്തിലും കൺമുന്നിലും ഉള്ളവരെ കാണാതെ ശുപാർശകളിലെ പ്രമുഖരെ മാത്രം കാണരുതേ. എല്ലാം അറിയുന്നവർ ചിലതറിയാതെ പോകുന്നത് ശ്രദ്ധക്കുറവുണ്ടാകാം. പക്ഷേ ശ്രദ്ധക്കുറവുകളുടെ തുടർച്ചകളുണ്ടായാൽ തക്കം പാർത്തിരിക്കുന്ന ശത്രുക്കൾക്ക് അതെല്ലാം ഒരായുധമാകും. ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്നും കോൺഗ്രസ് ആയിരിക്കണം. കോംപ്രമൈസുകൾ പോയിട്ട് കോംപ്രമൈസുകൾ ഉണ്ടെന്ന പൊതുജന തോന്നലുകൾ പോലും അസഹനീയമാണ്. സങ്കടമുണ്ടാക്കല്ലേ പ്ലീസ്. എല്ലാവരും വലിയ അറിവുള്ളവരാണമെന്നില്ല. പക്ഷേ ചെറിയ നീതി നിഷേധം പോലും മനസ്സിലാക്കാൻ ഏത് വ്യക്തിക്കും സാധിക്കും. സർക്കാർ പല കാര്യങ്ങളിലും പരാജയമായതുകൊണ്ട് മാത്രമല്ല, സാധാരണ മനുഷ്യരെ സാമാന്യ ബോധമില്ലാത്തവരാക്കുന്ന രീതിയിലുള്ള ന്യായീകരണം കൊണ്ടുകൂടിയാണ് CPM ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത്. മറ്റൊരർത്ഥത്തിൽ തോന്നിയാസങ്ങളുടെ ന്യായീകരണമാണ് പിണറായി സർക്കാരിനെ മനുഷ്യരിൽ നിന്ന് കൂടുതൽ അകറ്റിയത്. എല്ലാം അറിയാമെന്ന ധാർഷ്ട്യം മനുഷ്യരെ അകറ്റുകയുള്ളൂ. തിരുത്തിയതിനാൽ വന്നുപോയതിന് ഉത്തരവാദിയെ തിരഞ്ഞ് വിചാരണ ചെയ്യേണ്ടതില്ല. തെറ്റുതിരുത്തുന്നത് മാതൃകാപരവുമാണ്. അതുകൊണ്ട് ആത്മാഭിമാനം പണയം വെച്ച് അന്തം കമ്മി നിലവാരത്തിലേക്ക് പോകാതെ നിഷ്കളങ്ക പ്രവർത്തകർക്ക് നിൽക്കാൻ സാധിച്ചു. പക്ഷേ കൂട്ടുത്തരവാദിത്വം എന്നൊന്നുണ്ട്. വീണുപോകരുത്. ആർപ്പ് വിളിച്ചവർ കല്ലെറിയാതെയും ചേർത്ത് പിടിച്ചവർ ആട്ടിയോടിക്കാതെയും ഭരിക്കാനാകണം. മനുഷ്യരാണ്, മനസ്സിലാകും ചെറിയ മാറ്റം പോലും. അധികാരം കിട്ടുമ്പോൾ
ആർത്തുകൂടുന്നവരിൽ പലരും കഴിഞ്ഞ 10 വർഷക്കാലം കാരണഭൂതൻ്റെ വാഴ്ത്തുപാട്ടുകാരായിരുന്നു. ചിലർ പാതിസംഖി നിഷ്പക്ഷത തകർത്ത് അഭിനയിക്കുകയായിരുന്നു. അവരല്ല, ഞങ്ങൾ പ്രവർത്തകരായിരുന്നു മുദ്രാവാക്യത്തിനൊപ്പം നിന്നത്. തോറ്റപ്പോഴൊന്നും വേറെ ഇടം തേടി പോകാത്തവരെ മറക്കല്ലേ എന്ന് പറഞ്ഞാണ് ഡോക്ടർ ജിൻഡോ ജോൺ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കാക്ക കണ്ടറിയും, കഴുത കൊണ്ടറിയും. ഇത് രണ്ടുമല്ലാത്തവർ എങ്ങനെയാണെന്ന് ഊഹിച്ചോളൂ.